നല്ലത് പറയുമ്പോ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട്. ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പൊട്ട കിട്ടിയ ആരെ പോലെയാണ്. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ്റ്റ് ഓർത്തിട്ട് എഴുതിയതാ. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു. അത് വേണം ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജസ്റ്റ് ജോയി. നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ അദ്ദേഹം എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒറ്റ സിനിമ പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. ശക്തി കൊടുക്കുന്ന ആളായിരിക്കും. ഞാൻ ആകെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു തേച്ചിട്ടുള്ളൂ. ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റായത്. പിന്നെ പൂവങ്കോഴി കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും പുതിയ എക്സാമ്പിൾ ആണ് തലവൻ. പോസിറ്റീവ് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ ആസിഫ് ബിജുവേട്ടൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ എന്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത്. ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എന്റെ ടെൻഷൻ. ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ അത് ഹോൾ ഹാർട്ടഡ്ലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ കൈ നീട്ടി സ്വീകരിച്ചതിലും എനിക്ക് ഏറെ സന്തോഷം. മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ്, പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓഡിയനാണെങ്കിലും ഒക്കെ. അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ആസിഫ് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയതുപോലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് താങ്ക് യു സോ മച്ച്. ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ, നമുക്ക് സങ്കടം വരുന്നത് പോലെ, നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഈ സിനിമയെ നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു. താങ്ക് യു. അല്ല, ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോൾ ജാഫർക്കാട് ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയാണ് ഈ കയ്യടി തിയേറ്ററിൽ കിട്ടിയത്. മതി പറഞ്ഞ് കയ്യടിക്കട്ടെ. നമസ്കാരം. ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരു 3 ദിവസം മുമ്പ് വന്നു. ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞാൽ ഇനി പിന്നെ അതിനെക്കുറിച്ച് നടപടില്ല. ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇങ്ങനെ അഭിപ്രായം മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയും പറഞ്ഞു. ജിസ്മോനുമായിട്ട് എനിക്കൊരു 30 കൊല്ലത്തെ അല്ലേ പരിചയമുള്ള ആൾക്കാരാണ്. അതിനുശേഷം കുറേ പടങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു അപ്പോൾ ചോദിക്കണമെന്നുണ്ട്, എന്താണ് വിളിക്കാത്തതെന്ന്. അപ്പോൾ ചോദിക്കാനൊരു മടികൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷെ തെളിവ് നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു. അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ ബീച്ചേട്ടനെ സത്യം പറയാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റില് ബീച്ചേട്ടൻ വേണമായിരുന്നു. തമിഴ്നാട് പബ്ലിസിറ്റി അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. കാണാത്തവര് പോയി ആ മൂവി കാണുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ജിസേട്ടന്റെ ഒരു പുതിയ ഒരിത്. അതെ, അതപ്പോ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല. സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാം. താങ്ക് യു സോ മച്ച്. കൊച്ചായിട്ട് അഭിനയിച്ച റെസ്റ്റോറൻറ്റ് വെച്ചിട്ടേ മോളായിട്ട് അഭിനയിച്ച ഇപ്പൊ നടന്ന സംഭവം. എന്റെ അടുത്ത് വേണ്ടിക്കാന്ന് പറഞ്ഞ് കൈ കാണിച്ചങ്ങ് പോയി. ഞാനും അയാൾക്ക് നസറ് ഞാനിരിക്കുക. ഞാൻ ചെയ്ത് സോറി പറഞ്ഞു. എനിക്കതിനെ കൊച്ചിന് മനസ്സിലായില്ല. ലാസ്റ്റ് സോറി പറഞ്ഞു. കുമ്പിളപ്പോ തന്നെ മഹേഷ് ചേട്ടനെ എന്നിൽ നിന്ന് അകത്തിയിട്ട് പോയതാണ്. സ്വന്തം മോളെ തിരിച്ചറിയാൻ
പറഞ്ഞില്ലേ, ഞാൻ അന്നൊക്കെ കാനഡയിൽ പോയില്ലേ, അപ്പൊ ഒരുപാട് ഇത് കുടുംബ വഴക്ക് തീർക്കാനുള്ള കാണരുത്. തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ഫീലാണ്. ആക്ച്വലി തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ജിസ്മോന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക അതൊരു ബ്രാൻഡാണ് ശരിക്കും അറിയാം. അപ്പം അങ്ങനെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതിന്റെ കൂട്ടത്തിൽ ആസിക്കയും ബിച്ചാണ്ടും ഇങ്ങനെ കൺമുന്നിൽ അഭിനയിച്ച് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ. ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്. ഒത്തിരി നാൾ നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിച്ചേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ മധുബാലേട്ടൻ വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാല. അപ്പൊ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ മധുബാലേട്ടനോട് പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്നത് അല്ലെ ആസിഫ്, ആ സിനിമയിലാണ് ആ ഒരു ബോയ് എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറിയിട്ടൊരു മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത്, അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് എന്നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജെസ്സിനുണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം. ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പൊട്ട കിട്ടിയ ആനെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ട എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. ഇപ്പൊ പുതിയ ജിസ്റ്റോ ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ്റ്റോ ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ്റ്റോനെ ഓർത്തിട്ട് എഴുതിയതാ. അല്ല, അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ, ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞു വരുന്നത് ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ മേടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോ അമ്മാവനാണ് മന്ത്രി, പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടിയത്. ഞാൻ പറയുന്നത് അല്ല, അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം പഴയ അങ്ങനെ ഓർത്തെഴുതിയതല്ല. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു, അത് വേണം. ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്കിതിന്റെ സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകും, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോൾ. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്. ഇതിന്റെ ഞങ്ങൾ ഫസ്റ്റ് നരേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ജിസ്സിന് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ജിസ്സുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയി. അപ്പൊ ജിസ് അങ്ങനെ ഒരു കംഫർട്ട് സോൺ പൊളിച്ച് പുറത്തേക്ക് വരുമ്പോ അതിനു വേണ്ടി എടുത്ത സ്ക്രിപ്റ്റും അതിനു വേണ്ടിയിട്ട് എഫേർട്ടും ഇത് ആദ്യം ജിസ് പറഞ്ഞില്ലേ, നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്. ഇതൊരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, ഒരു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പം ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിലിംഗിലേക്കും ഇത്രയും കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള ഒരു കാരണം. ശരിക്കും എങ്ങനെ ആ ഒരു ഗിവൻഡി നടക്കണം മ്യൂസിക് ഡയറക്ടർ? അതെ അതെ, ദീപക് അറിയാലോ. ഓഫ് കോഴ്സ് എന്റെ ആദ്യത്തെ 2 സിനിമയും ബൈസിക്കൽ ദിവസം സൺഡേ ഹോളിഡേയും ദീപക് ദേവനായിരുന്നു.
ഇപ്പൊ അദ്ദേഹം എമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റ് സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണും എന്നുകൊണ്ട് ദീപക് എന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ 2.25 മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകിനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഹാഫ് കൂടെ കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷേ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ് എല്ലാം. അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപകിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലുത്. ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം സിനിമ നന്നാവുക എന്നുള്ളതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ലല്ലോ, പണം ചെലവാക്കുന്നതിന് മാത്രമല്ല, നമ്മളതിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട്, ടൈമും അതിന് വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സിനിമ എവോൾവ് ആയി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് ചെയ്യുക, സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. കുറച്ചു കാലമായിട്ട് തേപ്പുകാരി ഇമേജ് ഉണ്ടായിരുന്നല്ലോ കുറെ കാലം. അപ്പൊ ഈ ജിസ്റ്റർ വിളിച്ചപ്പോ നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തിനു തേക്കാത്ത ജിസ്റ്റയാണ് വിളിക്കുന്നത്. അപ്പൊ എന്താ ഫോളോ വന്നപ്പോ തേപ്പുകാരിയായിട്ടായിരിക്കും നായകൻ ശക്തി കൊടുക്കുന്ന ആളായിരിക്കും. ഞാൻ ആകെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒന്ന് തേച്ചിട്ടുള്ളൂ. ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റായത് ചാക്കോച്ചനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ എന്നെ പറഞ്ഞു നീ അച്ഛന്റെ കൂടെ നിൽക്കണേ, പിന്നെ പൂവങ്കോഴി മാത്രമേ ഉള്ളൂ. എന്നിട്ട് മറ്റേത് ചാക്കോച്ചനത്. പക്ഷെ എന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ എന്നെ വിളിക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടന്റെ അടുത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷേ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു. പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിലൊന്നും ഒരുപാടില്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു സിനിമ എന്താ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ചു നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടും ഒക്കെ നന്ദി. ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതായത് ഈ സിനിമ അവസാനിക്കുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ, എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നിടത്തല്ലേ അത് വലിയ കാര്യം അല്ലേ? അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇനി ഈ സാറുമാര് ഡേറ്റ് തരണമല്ലോ. ഞാൻ തന്നു കഴിഞ്ഞു. എന്റെ ഫാമിലി എന്റെ ഹിറ്റ് ആദ്യം കാണണം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഹിറ്റ് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പയും ഉമ്മയും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. വാപ്പന് മുമ്പ് അവര് തൊടുപുഴയിൽ വന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിൽ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷം. ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയാ എണ്ണമില്ലാത്ത അത്രയും പ്രേക്ഷകരോടും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് മഴയൊക്കെ അതിജീവിച്ച് വന്നതിലും മനസ്സ് നിറഞ്ഞ റിവ്യൂസ് ഇട്ടതിലും ഓണസ്റ്റ്ലി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞ്
ഒരു സിനിമ എഴുതാൻ പേനയെടുത്ത് ആദ്യത്തെ വാചകം എഴുതുമ്പോൾ മുതലുള്ള നമ്മുടെ സ്വപ്നമാണ് ഈ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറെ ഒരു സന്തോഷമില്ല. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം സിനിമ ഉപജീവന മാർഗമായിട്ടും പാഷനായിട്ടും കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനപ്പുറം വേറൊരു സ്വപ്നമില്ല. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. അത് എന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. സിനിമ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിലുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് സിനിമ കാണണം. ഇനിയും കൂടുതൽ റിവ്യൂസ് ഇടണം, ഞങ്ങളെ വിളിക്കണം. ഇതാണ് നല്ല സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്. ആ ഫ്യൂവൽ തന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവേഴ്സ്. താങ്ക് യു.